അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശ്വാസികളെ, മയ്യത്ത് സംസ്കരണത്തിൻ്റെ വിവിധ വശങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞയാഴ്ച മയ്യത്ത് നമസ്കാരത്തിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആ നമസ്കാരം മരണപ്പെട്ടു പോയവർക്ക് ഫലവത്താകാൻ വേണ്ടി ജീവിച്ചിരിക്കുന്നവർ കരുതിയിരിക്കേണ്ട, പാലിച്ചിരിക്കേണ്ട മുൻകരുതലുകളാണ് കേട്ടത്. മയ്യിത്ത് നമസ്കരിക്കുന്നതിൻ്റെ മുമ്പ് മരണപ്പെട്ട മനുഷ്യൻ്റെ ബാധ്യതകളെല്ലാം കുടുംബത്തിലെ, ബന്ധത്തിലെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. മനുഷ്യരുമായി ബന്ധപ്പെട്ട കടബാധ്യതകൾ മാത്രം ഏറ്റെടുത്താൽ പോരാ. നാം സാധാരണ കേൾക്കാറുള്ളതും മനസ്സിലാക്കിയതും അത്തരം കടങ്ങളുടെ കാര്യം മാത്രമാണ്. റബ്ബുമായി ബന്ധപ്പെട്ട കടബാധ്യതകളും ബന്ധത്തിലെ, കുടുംബത്തിലെ വേണ്ടപ്പെട്ടവർ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഹജ്ജ്, നോമ്പ്, സക്കാത്ത് പോലത്തെ ശർഈയായ ബാധ്യതകൾ ചിലപ്പോൾ കടമായി മാറിയേക്കാം. നമുക്കറിയാം, ഹജ്ജിന് പോകാൻ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഹജ്ജ് ഫറളായി, വാജിബായി ഒരുത്തനിൽ ബാധ്യതയായി എത്താൻ ഉണ്ടാകേണ്ട കാര്യങ്ങളൊക്കെ സമ്മേളിച്ചു, അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായി. എന്നിട്ട് പിറകെ ഒരവസരത്തിൽ പോകാമെന്ന് വിചാരിച്ച് തീരുമാനിച്ച് നീട്ടിവെച്ച് ഹജ്ജ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ആൾ മരണപ്പെട്ടാൽ ഹജ്ജ് കടമായി മാറി. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ അനാവശ്യ കാരണങ്ങൾ പറഞ്ഞ് ഹജ്ജിനുള്ള പോക്ക് നീട്ടിവെക്കുന്ന ഒരു പതിവുണ്ട്. മകളുടെ പ്രസവം, ഭാര്യയുടെ പ്രസവം, ഹജ്ജിന് അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് കൂട്ടി നോക്കുക, ദുൽഹിജ്ജ മാസത്തിലായിരിക്കും ഇപ്പൊ പ്രസവം ഉണ്ടാവുക, പോയാൽ ബുദ്ധിമുട്ടാണ്. വാസ്തവത്തിൽ ഒരു റോളും ഈ കാര്യത്തിൽ പുരുഷനില്ലല്ലോ. അവൾക്ക് പ്രസവവേദന ഉണ്ടാകുമ്പോൾ ഇപ്പുറത്തെ റൂമിൽ നിന്ന് മസില് പിടിച്ചാൽ അവളുടെ പ്രസവം എളുപ്പമായി കിട്ടൂലല്ലോ. ഇതൊന്നും പരിശുദ്ധ ദീനുൽ ഇസ്ലാം പറഞ്ഞ ഉദ്റുകളല്ല. ഹജ്ജിന്റെ വാജിബിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മതിയായ കാരണങ്ങളല്ല. അത്തരം കാര്യങ്ങൾ പറഞ്ഞ് നീട്ടിവെച്ച് മരണപ്പെട്ടു പോയാൽ ഹജ്ജ് കടമാകും. ആ കടം കുടുംബത്തിലെ ആളുകൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു സഹാബി കടന്നു വന്നു പറഞ്ഞു, നബിയെ, എന്റെ സഹോദരി മരണപ്പെട്ടു, എന്റെ പെങ്ങൾ മരണപ്പെട്ടു, അവൾക്ക് ഹജ്ജ് ബാധ്യതയായിരുന്നു. ഹജ്ജിന് പോകാനുള്ള അവസരങ്ങൾ അവൾക്കുണ്ടായിട്ടും അവൾ ഹജ്ജ് ചെയ്യാതെയാണ് മരണപ്പെട്ടത്. ഇനി അവളുടെ മേലിലുള്ള ഹജ്ജ് ഞാൻ ചെയ്യേണ്ടതുണ്ടോ നബിയേ എന്ന് ആ സ്വഹാബി തിരുസന്നിധിയിൽ വന്ന് സംശയം ചോദിക്കുകയുണ്ടായി. ഹദീസുകളിൽ കാണാം. ഈ ചോദ്യത്തിന് അവിടുന്ന് കൊടുത്ത മറുപടി, വഅലൈഹാ ദൈനുൻ അകുൻത ഖാളിഹി, നിന്റെ പെങ്ങൾക്ക് കടമുണ്ടെങ്കിൽ, പണം ആർക്കെങ്കിലും കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ, അവളുടെ മേലിൽ കടമുണ്ടെങ്കിൽ അകുൻത ഖാളിഹി, നീ അവളുടെ കടം വീട്ടുവോ? ഫഖാല നഅം, നബിയേ, കടമുണ്ടെങ്കിൽ വീട്ടും. അതിലെന്താ സംശയം? സാമ്പത്തികമായ ബാധ്യതകൾ അനന്തരാവകാശികൾ ഏറ്റെടുക്കുന്ന പതിവ് നമ്മുടെ നാട്ടിലുണ്ടല്ലോ, വീട്ടും. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഖ്ലി ഹഖല്ലാഹ് ഫഹുവ അഹഖു ബിൽ ഖളാഅ്, എങ്കിൽ അല്ലാഹുവുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ തീർച്ചയായിട്ടും വീട്ടേണ്ടതാണ്. ഫഹുവ അഹഖു ബിൽ ഖളാഅ്, അത് വീട്ടാൻ കൂടുതൽ ബാധ്യതയായിട്ടുള്ള കാര്യമാണ്, കൂടുതൽ വീട്ടേണ്ട കാര്യമാണ് അല്ലാഹുവുമായിട്ടുള്ള കടങ്ങൾ എന്ന് ആ സ്വഹാബിയോട് മറുപടി പറയുകയുണ്ടായി. അപ്പൊ ഹജ്ജ് ചെയ്യാൻ അവസരം കിട്ടിയിട്ട് ചെയ്യാത്ത ആളുകളാണെങ്കിൽ മക്കൾ, വേണ്ടപ്പെട്ടവർ, ആ മരണപ്പെട്ടു പോയവരുടെ മേലിൽ ഹജ്ജ് ചെയ്യുക. നോമ്പ് അതുപോലെ തന്നെ നോറ്റുവീട്ടേണ്ടതുണ്ട്. രോഗബാധിതരായി മരണപ്പെട്ടവർ കിടന്ന കാലത്തുള്ള നോമ്പല്ല,
രോഗശയ്യയിൽ കിടക്കുന്ന സമയത്തുള്ള നോമ്പല്ല. അത് വീടാൻ, ആ കടം വീടാൻ ഓരോ നോമ്പിനും ഓരോ മുദ്ദ് ഭക്ഷണം പാവപ്പെട്ടവർക്ക് ദാനം ചെയ്താൽ ആ നോമ്പിന്റെ കടം വീടി. ശമനം പ്രതീക്ഷയില്ലാത്ത നിലയിൽ കിടപ്പിലായ രോഗികൾക്ക് നോമ്പ് നിർബന്ധമില്ല. ഓരോ നോമ്പിനും ഓരോ മുദ്ദ് അരി വീതം പാവപ്പെട്ടവർക്ക് നൽകിയാൽ ആ കടം വീടും. പിന്നെ ഏത് നോമ്പാ? ആരോഗ്യമുള്ള കാലത്ത് വീഴ്ചയോടുകൂടെ ഉപേക്ഷിച്ച നോമ്പുകൾ, സാധിക്കുന്ന കാലത്ത് നിർബന്ധമായിട്ടും നോക്കാത്ത നോമ്പുകൾ മയ്യിത്തിന്റെ മക്കൾക്ക് മയ്യിത്തിന്റെ പേരിൽ പിടിക്കാവുന്നതാണ്. അനന്തരാവകാശികൾ മരണപ്പെട്ടു പോയവരുടെ പേരിൽ നോമ്പ് പിടിച്ചാൽ മയ്യിത്ത് പൂർണ്ണമായി കുറ്റമുക്തനാകുന്നില്ല. അതിന്റെ ഫലം അവിടെ കിട്ടുന്നു മാത്രം. കാരണം മനഃപൂർവ്വം നോമ്പ് ഉപേക്ഷിച്ചതിന് ശിക്ഷിക്കപ്പെടാം, അള്ളാഹു പുറത്തു കൊടുത്തേക്കാം. അനന്തരാവകാശികൾ നോമ്പ് പിടിച്ചാൽ അതിന്റെ ഫലം ഖബറുകളിൽ പരേതാത്മാക്കളുടെ സന്നിധിയിൽ എത്തുമെന്നതിൽ തർക്കം ഇല്ല. എന്ന് വെച്ച് ജീവിച്ചിരിക്കുന്ന ആളുകൾ അതിപ്പോ നമ്മൾ മരിച്ചു പോയാലും ഇതിന് വഴിയുള്ളത് കൊണ്ട് ആരോഗ്യമുള്ള മക്കളെ അങ്ങോട്ട് ഏൽപ്പിക്കുക എന്നാരും തീരുമാനിക്കണ്ട. കാരണം ഇത് ശിക്ഷാർഹമാണ്. ഒരു കുറ്റത്തിൽ ചെറിയൊരു ഇളവ് എന്ന് മാത്രമേ ഇതിനുള്ളൂ. എന്താണ് ഇതിനുള്ള തെളിവ്? അന്നംറഅതൻ റക്കിബത്തിൽ ബഹറ, ഒരു സ്വഹാബിയത്തായ പെണ്ണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ജീവിച്ച ഒരു പെണ്ണൊരിക്കൽ ഒരു സമുദ്രയാത്ര നടത്തി. കപ്പൽ യാത്ര നടത്തിയപ്പോ ശക്തമായ കാറ്റും കോളും വന്ന് അവരുടെ പായക്കപ്പൽ ആടി ഉലയാൻ തുടങ്ങി. അപകടം മണത്തപ്പോൾ ഫനദറത്ത് അൻ തസൂമ ശഹ്റാ, അപകടം മുന്നിൽ കണ്ടപ്പോ കപ്പലിലുണ്ടായിരുന്ന വിശ്വാസിയായ പെണ്ണ് നേർച്ചയാക്കി അൻ തസൂമ ശഹ്റ, ഒരു മാസം നോമ്പ് പിടിക്കാൻ നേർന്നു. അങ്ങനെയുണ്ടല്ലോ, പ്രതിസന്ധി വരുമ്പോ പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ നേരാറുണ്ട്. നേർച്ചയാക്കി ഒരു മാസത്തെ നോമ്പ്. പക്ഷേ ഫലം തസും ഹത്താ മാതത്ത്, രക്ഷപ്പെട്ടു വന്നതിന് ശേഷം മരിക്കുവോളം ആ ഒരു മാസത്തെ നോമ്പ് ആ സഹോദരി പിടിച്ചില്ല. അങ്ങനെയാണ് രക്ഷപ്പെട്ട് കിട്ടിയാൽ പിന്നെ മറക്കും. നേരാൻ വലിയ എന്തുണ്ടാവും, ഉത്സാഹം ഉണ്ടാവും. അങ്ങനെ നേർച്ച നേർന്നിട്ട് കാര്യം സാധിച്ചു കിട്ടിയാൽ അതിപ്പോ നാളെ ആകാം, നാളെ കഴിഞ്ഞാകാം, അങ്ങനെ പോകും. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഈ സഹോദരി ഒരു മാസത്തെ നോമ്പ് നേർച്ചയാക്കി രക്ഷപ്പെട്ടതിന് ശേഷം ഫലം തസും ഹത്താ മാതത്ത്, മരിക്കുവോളം നോമ്പ് പിടിച്ചില്ല. മരണം കഴിഞ്ഞപ്പോ ഫജാഅത്ത് ഖറാബത്തുല്ലഹാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പെണ്ണിന്റെ അടുത്ത ബന്ധുവായ ഒരാള് നബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഇങ്ങനെ നേർച്ചയാക്കിയിരുന്നു. ഒരു കപ്പൽ യാത്രയിൽ അപകടം വന്നപ്പോൾ ഒരു മാസത്തെ നോമ്പ് നേർച്ചയാക്കിയിരുന്നു. അത് പിടിച്ചു വീട്ടാതെ അവൾ മരണപ്പെട്ടിരിക്കുന്നു. ഇനി എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്താ ചെയ്യാ? മസ്അല ചോദിക്കാൻ വേണ്ടി വന്നപ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന ആളോട് പറഞ്ഞു, വന്ന പെണ്ണിനോട് പറഞ്ഞു, കുടുംബക്കാരിയായ പെണ്ണാണ് വന്നിരുന്നത്, അവളോട് പറഞ്ഞു, ലൗ കാന അലൈഹാ ദൈനുൻ അകുന്തി തഖ്ലീനഹു, അവളുടെ മേലിൽ കടണ്ടെങ്കിൽ നീ വീട്ടുവോ? ഫഖാലത്ത് നഅം, തീർച്ചയായിട്ടും വീട്ടും നബിയെ. എന്നാൽ ഫദൈനുല്ലാഹി അഹഖു അൻ യുഖ്ലാ, അല്ലാഹുവിനോടുള്ള കടം തീർച്ചയായിട്ടും വീട്ടേണ്ടതാണ് അവളുടെ പേരിൽ. അതുകൊണ്ട് ആ ഒരു മാസത്തെ നോമ്പ് പിടിച്ചോളൂ, അത് പിടിക്കേണ്ട കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പെണ്ണിനോട് പറഞ്ഞു. നമസ്കാരം ഉണ്ടോന്നാവോ? നമസ്കാരത്തിന് ഒരു ചാൻസ് ഇല്ല. അത് ആരും അനന്തരാവകാശികൾ മക്കൾ ആരും ചെയ്തിട്ട് അങ്ങനെ ഒരു വകുപ്പേ ഇല്ല. ഹദീസിൽ വകുപ്പുള്ളത്, ഹജ്ജിന് വകുപ്പുണ്ട്. അതുപോലെ തന്നെ ഈ നോമ്പിന്റെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ സക്കാത്ത്. ഉപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉപ്പ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമായ ആളായിരുന്നു. പക്ഷേ ഉപ്പ കൊടുത്തില്ല. മരണം കഴിഞ്ഞാൽ മക്കൾക്ക് ഇക്കാര്യത്തിൽ ബോധമുണ്ടെങ്കിൽ, വിവരമുണ്ടെങ്കിൽ, സക്കാത്ത് കൊടുക്കാത്ത കാര്യം ഓർമ്മയുണ്ടെങ്കിൽ മക്കൾ തീർച്ചയായിട്ടും കൂടിയാലോചിക്കണം. എന്നിട്ടത് കണക്ക് കൂട്ടിയിട്ട് ആ കൊടുക്കാത്ത സക്കാത്ത് അതിന്റെ അവകാശികളിലേക്ക് എത്തിച്ചു കൊടുക്കണം. ആ ധനം മയ്യിത്തിന് അവകാശപ്പെട്ടതല്ല, അനന്തരാവകാശികൾക്ക് ആ ധനത്തിൽ
സക്കാത്തിന്റെ കണക്കിൽ യാതൊരു അധികാരമോ അവകാശമോ ഇല്ല. അത് പാവപ്പെട്ട ദരിദ്രരുടെ അവകാശമാണ്. അത് അനന്തര സ്വത്തായി വിഹിതിച്ചെടുക്കൽ മോഷ്ടിച്ചെടുത്ത സ്വത്ത് വിഹിതിച്ചെടുക്കുന്നത് പോലെയാണ്. وَتَأْكُلُونَ التُّرَاثَ أَكْلًا لَمًّا وَتُحِبُّونَ الْمَالَ حُبًّا جَمًّا. തെറ്റായ രീതിയിൽ അനന്തര സ്വത്ത് വെട്ടിവിഴുങ്ങുന്ന വർഗമുണ്ട് എന്ന് ഖുർആൻ. അനന്തര സ്വത്ത് എങ്ങനെ തെറ്റാകുക? അത് ഹലാലല്ലേ? പക്ഷെ ഹലാലല്ലാത്ത രീതിയിൽ അനർഹമായ രീതിയിൽ വിഹിതിക്കുന്ന ആളുകളുണ്ട്. അതിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തി, ഉപ്പ സക്കാത്ത് കൊടുക്കാണ്ടായിട്ട് അത് അറിഞ്ഞിട്ടും മക്കള് കൊടുക്കാതെ ഏതായാലും ഉപ്പ കൊടുത്തിട്ടില്ലല്ലോ, എന്നിപ്പോ ഉപ്പാനിയിലേറെ നല്ല മക്കള് നമ്മളാകണ്ട, നമുക്കത് ഓരിച്ചെടുക്കുക. അത് പാടില്ല തീർച്ചയായിട്ടും. അല്ലെങ്കിൽ എന്താ പ്രശ്നമെന്നറിയോ? ജീവിച്ചിരിക്കുന്ന ഉപ്പാക്ക് ബോധമുണ്ടായിരുന്നില്ല. പക്ഷേ ഉപ്പ ഇപ്പോഴുള്ളത് ഹഖ്ഖുൽ യഖീനിലാണ്, ഐനുൽ യഖീനിലാണ്, ഇൽമുൽ യഖീനിലല്ല. ഇവിടെ ഈ ലോകത്ത് ജീവിക്കുന്ന നമുക്കൊക്കെ ഇൽമുൽ യഖീനാണുള്ളത്. അറിവിന്റെ ഉറപ്പുണ്ട്, ഖുർആന്റെ ഉറപ്പുണ്ട്, ഹദീസിന്റെ ഉറപ്പുണ്ട്. ഉപ്പ ഇപ്പോൾ ഉള്ള ലോകം ഇൽമുൽ യഖീനിന്റെയും ഹഖ്ഖുൽ യഖീനിന്റെയും ലോകമാണ്. അനുഭവിക്കുന്ന ലോകം, കാണുന്ന ലോകമാണ്. അതുകൊണ്ട് ഈ കടങ്ങളൊന്നും വീട്ടിയിട്ടില്ലെങ്കിൽ സക്കാത്ത് എന്ന കടം, ഹജ്ജ് എന്ന കടം, അതുപോലെ തന്നെ സാമ്പത്തികമായ ബാധ്യതകൾ ഉപ്പായുടെ പേരിലുള്ളത് മക്കൾ വീട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഖബറിൽ കിടക്കുന്ന ഉപ്പായുടെ രോദനം, ആർത്തനാദം, അട്ടഹാസം ഖബറിൽ നിന്ന് ഭൂമുഖത്തേക്ക് ഉയരുക തന്നെ ചെയ്യും. മക്കളുടെ കാതുകൊണ്ട് അത് കേൾക്കാൻ അവർക്കാവില്ലെങ്കിലും ആ രോദനം നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഒരു കവി പറഞ്ഞതുപോലെ, തമുറു അഖാരിബി ജനബാതി ഖബരി കഅന്ന അഖാരിബി ലം യഅരിഫൂനി ദവുൽ മീറാസി യഖ്തസിമൂന മാലി വലാ യഅലൂന അൻ ജഹദൂ ദുയൂനി വഖദ് അഖദൂ സിഹാമഹും വഅശൂ ഫയാലല്ലാഹി അസ്റഅ മാ നസൂനി. ഇങ്ങനെയുള്ള ഒരു ഖബറാളിയുടെ വിലാപം, അട്ടഹാസം, ആർത്തനാദം. തമുറു അഖാരിബി ജനബാത്തി ഖബരി, എന്റെ മക്കൾ, എന്റെ സഹോദരന്മാർ, ബന്ധുജനങ്ങൾ, കുടുംബക്കാർ എന്നെ ഈ കുഴിമാടത്തിങ്കൽ കൊണ്ടുവന്നെന്നെ കുഴിയിലേക്ക് ഇറക്കിയിട്ട് 3 പിടി മണ്ണ് വാരി എന്റെ മേലെ വലിച്ചെറിഞ്ഞിട്ട് അവർ തിരിച്ചു പോയതാണ്. എന്നിട്ട് പലപ്പോഴും ഞാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറിന്റെ അരികിലൂടെ അവർ നടന്നു വരുന്നുണ്ട്. കഅന്ന അഖാരിബി ലം യഅരിഫൂനി, എന്നെ കുറിച്ച് ഒരു വിചാരമോ ഒരു ഓർമ്മയോ എന്റെ സ്വന്തക്കാർക്ക് ഇല്ലാതെ പോയല്ലോ. ദവുൽ മീറാസി യഖ്തസിമൂന മാലി വലാ യഅലൂന അൻ ജഹദൂ ദുയൂനി. എന്റെ അനന്തരാവകാശികൾ, എന്റെ പുന്നാര മക്കൾ, എന്റെ ജീവന്റെ തുടിപ്പായിരുന്ന മക്കൾ, എനിക്ക് കൺകുളിർക്കുന്ന, എനിക്ക് രോമാഞ്ചമുണ്ടാക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കൾ, അവർ എന്റെ സ്വത്ത്, ഞാൻ ചോരനീരാക്കി സമ്പാദിച്ച സ്വത്തൊക്കെ അവര് വിഹിതിച്ചെടുത്തു, അവർ ഓഹരി വെച്ചെടുത്തു. വലാ യഅലൂന അൻ ജഹദൂ ദുയൂനി, എന്റെ കടങ്ങളെ കുറിച്ച് അവർ അന്വേഷിച്ചില്ല. എനിക്കുണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യതകൾ നിറവേറ്റാൻ, അത് അവകളെല്ലാം കൊടുത്തു വീട്ടാനുള്ള സന്മനസ് എന്റെ പ്രിയപ്പെട്ട മക്കൾക്കുണ്ടായില്ല. മയ്യിത്തിന്റെ വേദന, രോദനം. വഖദ് അഖദൂ സിഹാമഹും വഅശൂ ഫയാലല്ലാഹി അസ്റഅ മാ നസൂനി. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത്, ഞാൻ കച്ചവടം ചെയ്ത് സമ്പാദിച്ച പണം, അതവര് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്, അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നെ അവർ അവഗണിച്ചു, എന്നെ അവർ കൈവിട്ടു, എന്റെ കാര്യം അവർ വിസ്മരിച്ചു കളഞ്ഞു. ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. ഒരുപാട് മക്കളുണ്ടല്ലോ നമ്മുടെ നാട്ടില്.
അല്ലെ? ഉപ്പാന്റെ കടം ചെന്ന് ചോദിച്ചാൽ തന്നെ അത്രയൊന്നും ഉണ്ടെങ്കിൽ തരാൻ പറ്റൂല. പള്ളിയിൽ ഇപ്പൊ അനൗൺസ് ചെയ്തപ്പോ കരുതി ഒരു 10-25,000 രൂപന്റെ ചോടൊക്കെ ഉണ്ടാവുള്ളൂ. ആളുകൾ വരിയായി വന്നപ്പോ ഇതിപ്പോ ഇരിക്കുന്ന പുര വിറ്റാലും തീരൂലല്ലോ, അതൊന്നും ഇപ്പൊ ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റൂല. ഇവന്റെ അടുത്ത് ഇപ്പുറത്ത് ഇഷ്ടം പോലെ പൈസ ഉണ്ടാകും. അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ മക്കൾ, വേണ്ടപ്പെട്ടവർ വളരെ ശ്രദ്ധിക്കണം. കാരണം നാളെ നമുക്കും കിടക്കേണ്ടി വരും. അതുപോലെ ആ ബോധത്തോടെ മയ്യിത്തിനെ ഫ്രീ ആക്കണം. പാരത്രിക മോചനത്തിന്, രക്ഷയ്ക്ക്, അവിടെയുള്ള ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ തീർച്ചയായിട്ടും ജീവിച്ചിരിക്കുന്ന ബന്ധുക്കൾ പരിശ്രമിക്കുകയും അതിനുവേണ്ടി അന്വേഷിക്കുകയും വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയും വേണം. പ്രിയപ്പെട്ടവരെ, ഇനി മയ്യിത്ത് നമസ്കാരം. മയ്യിത്ത് നമസ്കാരം നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. സാധാരണ മയ്യിത്ത് നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ഉസ്താദുമാർ പറയുന്ന, വിവരിക്കുന്ന, ഹ്രസ്വമായിട്ടാണെങ്കിലും വിവരിക്കുന്ന കാര്യമാണ്. അത് നാം ഇവിടെ അല്പം ഒന്ന് അക്മലായ രീതിയിൽ, പൂർണ്ണമായ രീതിയിൽ തന്നെ നമുക്ക് വിശദീകരിക്കാം. വളരെ പെട്ടെന്ന് പഠിക്കാവുന്ന, മനസ്സിലാക്കാവുന്ന ഒരു ഇബാദത്താണ്, കർമ്മമാണ് മയ്യിത്ത് നമസ്കാരം. പക്ഷേ മറക്കാതിരിക്കാൻ ഇടയ്ക്കിടെ അതൊന്ന് ചെയ്തു നോക്കണമെന്ന് മാത്രം. ഇടയ്ക്കിടെ ചെയ്യാൻ അതിന് കുടുംബത്തിൽ ആരെങ്കിലും മരിക്കണമെന്നില്ല, നാട്ടിലോ പരിചയക്കാരിലോ ആരെങ്കിലും മരിക്കണമെന്നില്ല മയ്യിത്ത് നമസ്കരിക്കാൻ. പണ്ടൊരു ഉമ്മാമ പറഞ്ഞതുപോലെ, തൊട്ടടുത്ത് ആമിന ഉമ്മ മരണപ്പെട്ടു. ഉമ്മാമ ചാവടിയന്തരത്തിന് പോയി. മരണാനന്തരം പണ്ടൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു ചടങ്ങാണ്. വേണോ വേണ്ടേ നമുക്ക് പിറകെ പറയാം. അടിയന്തരത്തിന് പോയപ്പോ അന്നൊന്നും ഇന്നത്തേതുപോലെ നെയ്ച്ചോറും ബീഫൊന്നും ഉണ്ടാവില്ല. അന്നൊരു കറി വെക്കും, പായസം വെച്ച് വിളമ്പും. ആമിനത്താത്തായുടെ അടിയന്തരത്തിനെത്തിയ അയൽക്കാരിയായ ഉമ്മാമ പായസം കുടിച്ചു. പക്ഷെ അല്പം കിട്ടിയതുള്ളൂ. അതും കുടിച്ച് ദുആ ചെയ്ത് തിരിച്ചു പോരുമ്പോ കൂടെ ഉണ്ടായിരുന്ന കിളവത്തിമാരോട്, വയസ്സത്തിമാരോട് ആ ഉമ്മാമ പറഞ്ഞു, പായസം പൂതി തീരോളം കുടിക്കാൻ കിട്ടിയില്ല. പൂതി തീരോളം കുടിക്കണമെങ്കിൽ അവനവന്റെ വീട്ടിൽ തന്നെ മരിക്കണം എന്ന് പറഞ്ഞു. സ്വന്തം വീട്ടിൽ മരിക്കുമ്പോൾ ഇഷ്ടം പോലെ കുടിക്കാലോ. ഇപ്പൊ ഇതുപോലെ സ്വന്തക്കാര് മരിച്ചാലേ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അനൗദ്യോഗിക കാഴ്ചപ്പാട് നമ്മിൽ പലർക്കും ഉണ്ട്, അല്ലേ? അങ്ങനെയല്ല. വിശ്വാസികൾ ആരായാലും കുടുംബമാകണമെന്നില്ല, നാട്ടുകാരനാകണമെന്നില്ല, സത്യവിശ്വാസികളുടെ മേലിൽ മയ്യിത്ത് നമസ്കരിക്കാം. അത് പുണ്യാണ്, നേരത്തെ പറഞ്ഞല്ലോ. അത് സ്വന്തം നാട്ടിലില്ലാത്ത അകലെയുള്ള നാട്ടിൽ മരിച്ചാലും ഗായിബായ മയ്യിത്തിന്റെ മേലിൽ വരെ നമസ്കാരമുണ്ട്. ഹദീസുകളിൽ കാണാം, لأن رسول الله صلى الله عليه وسلم أخبر الناس وهو بالمدينة بموت النجاشي. നജ്ജാശി രാജാവ്, വളരെ ദൂരെ ഭരിച്ചുകൊണ്ടിരുന്ന വിശ്വാസിയായ ഒരു രാജാവുണ്ടായിരുന്നു അക്കാലത്ത്, നജ്ജാശി രാജാവ്. ആ രാജാവിന്റെ മരണവാർത്ത മദീന പള്ളിയിലെത്തിയപ്പോ അഖ്ബർ അന്നാസ, മുന്നിലുള്ള സ്വഹാബിമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ ഒരു സ്നേഹിതൻ, ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു ആ രാജാവ്, അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ സ്വാലിഹായ നല്ലവനായ രാജാവിന്റെ മേലിൽ നിങ്ങൾ നമസ്കരിക്കുക, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് സ്വഹാബികളെ ഉണർത്തുകയും മരണവാർത്ത അറിയിക്കുകയും നജ്ജാശി രാജാവിന്റെ മേലിൽ മയ്യിത്ത് നമസ്കരിക്കുകയും ചെയ്തു. സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം. അതുകൊണ്ട് മറ്റൊരു നാട്ടിലാണെങ്കിലും മരണം നടന്ന് മറവ് ചെയ്തതെങ്കിലും മറഞ്ഞ മയ്യിത്തിന്റെ മേലിലും നമസ്കരിക്കാം. സ്വന്തം നാട്ടിലാണ് മറവ് ചെയ്തതെങ്കിലോ മയ്യിത്ത് കൊണ്ടുവന്ന് പള്ളിയിൽ വെച്ച് നിസ്കരിച്ചപ്പോ അപ്പോ ഹാജരാകാൻ പറ്റിയില്ല. എന്നാൽ ഖബറിങ്ങിൽ ചെന്ന് നമസ്കരിക്കാം, ഖബറിന്റെ അരികിൽ ചെന്ന് നമസ്കരിക്കാം. ഇതൊക്കെ ഹദീസിലുണ്ട്. മദീനയിൽ രാത്രി മരണപ്പെട്ട ഒരു വ്യക്തിയെ സ്വഹാബികൾ പരസ്യപ്പെടുത്താതെ രാത്രിയിൽ തന്നെ മറവ് ചെയ്തു. പ്രഭാതമായപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണവാർത്തയറിഞ്ഞത്. മരണവാർത്ത അറിഞ്ഞപ്പോൾ നബി തങ്ങൾ വിവരമറിയിക്കാത്തതിന്റെ പേരിൽ അവരോട് പരുഷമായി സംസാരിക്കുകയും ഉടനെ ആ ഖബറിന്റെ അരികിൽ ചെന്ന് ആ മയ്യിത്തിന്റെ മേലിൽ നമസ്കരിക്കുകയും ചെയ്തു. സ്വഹീഹുൽ ബുഖാരി. അപ്പൊ ഖബറിങ്ങിൽ നമസ്കരിക്കാം, മറഞ്ഞ മയ്യിത്തിന്റെ മേൽ നമസ്കരിക്കാം. ഇതൊക്കെ ഇസ്ലാം അനുവദിച്ചിരിക്കുന്ന വിശ്വാസികളുടെ കർത്തവ്യങ്ങളിൽ പെട്ടതാകുന്നു. 7 ഘടകങ്ങളാണ് മയ്യിത്ത് നമസ്കാരത്തിനുള്ളത്. സാധാ നമസ്കാരത്തിനുള്ളത് പോലെ 14 ഫർളൊന്നുമില്ല, 7 ഘടകങ്ങൾ. ഏതൊക്കെയാണത്? നിയ്യത്ത്, നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കുക, 4 തക്ബീറുകൾ, 1-ാം തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതുക,
രണ്ടാം തക്ബീറിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുക. പിന്നെ മൂന്നാം തക്ബീറിന് ശേഷം മയ്യിത്തിന്റെ മേൽ പ്രാർത്ഥിക്കുക. നാലാം തക്ബീറിന് ശേഷം സലാം വീട്ടുക. ഇങ്ങനെ 7 ഘടകങ്ങളാണ്, റുക്നുകളാണ് മയ്യിത്ത് നമസ്കാരത്തിനുള്ളത്. ഇതിന്റെ ഒരു പൂർണ്ണമായ രീതി പറയുകയാണെങ്കിൽ, മയ്യിത്ത് കൊണ്ടുവന്ന് പള്ളിയിലാണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ അതിനു വേണ്ടി സജ്ജീകരിക്കപ്പെട്ട സ്ഥലത്ത് മയ്യിത്ത് മുന്നിൽ കിടത്തും, അല്ലെ? കിടത്തിയിട്ട് ഇമാം എവിടെയാണ് നിൽക്കേണ്ടത്? ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട മര്യാദകളുണ്ട്, നിയമങ്ങളുണ്ട്. ഇമാം എവിടെയാണ് നിൽക്കേണ്ടത്? പുരുഷ മയ്യിത്താണെങ്കിൽ, മയ്യിത്ത് പുരുഷനാണെങ്കിൽ ഇമാമ് തലയുടെ ഭാഗത്താണ് നിൽക്കേണ്ടത്. ശ്രദ്ധിക്കണം, അറിയാത്ത മക്കൾ ചിലപ്പോ മാറി നിൽക്കുമ്പോ പിന്നെ അവിടെ ഉസ്താദുമാര് പിടിക്കലും വലിക്കലും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പുരുഷനാണ് മയ്യിത്തെങ്കിൽ ഇമാമ് നിൽക്കുന്ന ആൾ തലയുടെ നേരെ നിൽക്കുക. വഅജുസിഹ, സ്ത്രീ ആണെങ്കിൽ, മയ്യിത്ത് സ്ത്രീ ആണെങ്കിൽ വഅജുസിഹ, അവളുടെ അരക്കെട്ടിന്റെ ഭാഗത്ത്, മധ്യഭാഗത്താണ് നിൽക്കേണ്ടത്. ഹദീസിൽ കാണാൻ സമുറത്ത് ബിൻ ജുന്ദുബിൻ റളിയല്ലാഹു അൻഹു ഖാല, സ്വഹാബിയായ സമുറത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വല്ലൈതു വറാഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ ഇംറഅത്തിൻ, ഞാൻ നബിയുടെ പിറകിൽ ജനാസ നമസ്കരിച്ചു, മയ്യിത്ത് നമസ്കരിച്ചു. എന്റെ മുന്നിൽ നബി ഉണ്ടായിരുന്നു. ഫഖാമ അലൈഹാ വസതഹ, ഒരു പെണ്ണിന്റെ മേലിൽ ഇമാമായി നബി തങ്ങൾ നമസ്കരിച്ചപ്പോ തൊട്ടുപിറകിൽ ഞാനുണ്ട്. സമുറ റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖാമ അലൈഹാ വസതഹ, ആ പെണ്ണിന്റെ, ആ ശരീരത്തിന്റെ, മയ്യിത്തിന്റെ മധ്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നത്. അതുകൊണ്ട് സ്ത്രീയുടെ മയ്യിത്താണെങ്കിൽ മധ്യത്തിൽ നിൽക്കുക. ബുഖാരി. പുരുഷനാണെങ്കിൽ തലഭാഗത്ത്. അനസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മയ്യിത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകി ഇമാമായി നിന്നു. തലയുടെ ഭാഗത്ത് നിന്ന് നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോ പറഞ്ഞു, ഇപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുരുഷന്റെ മയ്യിത്തിന്മേൽ നമസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തുർമുദി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. അപ്പൊ ഇമാമ് നിൽക്കേണ്ട സ്ഥലം മനസ്സിലായി, അല്ലേ? പുരുഷനാണെങ്കിൽ തലഭാഗത്ത്, സ്ത്രീ ആണെങ്കിൽ മധ്യത്തിൽ നിൽക്കുക. ഇതൊന്നും തെറ്റിച്ചാലും നമസ്കാരത്തിന് കോട്ടമൊന്നും തട്ടില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന അദബുകൾ, മര്യാദകൾ പാലിക്കലാണല്ലോ നല്ലത്. ഇത് ശ്രദ്ധിക്കാം. പിന്നെ പിറകിലുള്ള ആളുകൾ സ്വപ്പായിട്ട് നിൽക്കുക. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, സാധാരണ നാം നമസ്കാരത്തിന് സ്വഫായി നിൽക്കുന്നത് പോലെ ഇടയിൽ ഗ്യാപ്പിട്ട് വിശാലമായി നിൽക്കലാണ് നല്ലത്. മയ്യിത്ത് നമസ്കാരാന്ന് കേൾക്കുമ്പോഴേക്ക് അടുത്ത് ഒന്നായിട്ട് കൂടി നിൽക്കുന്ന ഒരു സമ്പ്രദായം ചില ഭാഗങ്ങളിൽ കാണുന്നുണ്ട്. സ്ഥലവും സൗകര്യവും ഉണ്ടെങ്കിൽ സാധാരണ നമസ്കാരത്തിന് നിൽക്കുന്നത് പോലെ സ്വഫുകൾക്കിടയിൽ ഗ്യാപ്പിട്ടുകൊണ്ട്, വിടവിട്ടുകൊണ്ട് സാധാരണ സ്വഫ് കെട്ടുക. അതെന്തിനാ? മയ്യിത്ത് നമസ്കാരത്തിൽ സുജൂദ് ഇല്ലെങ്കിലും മയ്യിത്ത് നമസ്കാരത്തിൽ നോക്കേണ്ടത് സുജൂദിന്റെ സ്ഥാനത്തേക്കാണ്. അടുത്തടുത്ത് ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നവരുടെ പിരടിയിലേക്കാണ് നോട്ടം വരിക. സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സൗകര്യപ്പെടുമെങ്കിൽ, സ്ഥല സൗകര്യമുണ്ടെങ്കിൽ സാധാരണ സ്വപ്പ് കെട്ടുന്നത് പോലെ സ്വപ്പ് കെട്ടുക. ഇപ്പോ വായിബായ മയ്യിത്തിന്റെ മേലിൽ നമസ്കരിക്കുമ്പോൾ പള്ളിയിൽ വെച്ച് ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടാവും. എന്നാലും അടുത്ത് നിൽക്കുന്ന, ഇവിടെയല്ല, അങ്ങനെ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇത് സൂക്ഷിക്കാം. സാധിക്കുമെങ്കിൽ ആളുകളുണ്ടെങ്കിൽ മിനിമം ഒരു 3 സ്വഫെങ്കിലുമായി നിൽക്കാൻ ശ്രദ്ധിക്കുക. ഉള്ള ആളുകളെ കൊണ്ട് 3 സ്വഫാക്കൽ സുന്നത്താണ്. വലിയ സ്വഫാക്കിയാൽ 1.5 സ്വഫ് കൊണ്ട് തീരും. എന്നാലും 3 സ്വഫാക്കൽ സുന്നത്താണ്. അതിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഉള്ള ആളുകൾ 3 സ്വഫായി 3 അണിയായി നിൽക്കൽ പ്രത്യേകം സുന്നത്താണ്. എന്തുകൊണ്ട്? ഇമാം ഹാക്കിം മുസ്തദ്റക്കിൽ ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാ, മാ സുഫ സലാസതു സുഫൂഫിൻ മിനൽ മുസ്ലിമീന അലാ ജനാസത്തിൻ ഇല്ലാ ഗുഫിറ ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഒരു ജനാസയുടെ മേലിൽ 3 സ്വഫ് മുസ്ലിമീങ്ങൾ മിനിമം നമസ്കരിച്ചാൽ ഇല്ലാ ഗുഫിറ ലഹു, 3 സ്വഫ് നമസ്കരിച്ചു, നമസ്കാരം കിട്ടിയ ആ ജനാസക്ക് അള്ളാഹു തീർച്ചയായും പുറത്തു കൊടുക്കും. 3 സ്വഫ് ഒരു മയ്യിത്തിന്റെ മേലിൽ നമസ്കരിച്ച് കിട്ടിയാൽ ആ മയ്യിത്തിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ അടിസ്ഥാനത്തിൽ 3 സ്വഫായി നിൽക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ സ്വഫൊക്കെ ശരിയായാൽ നിയ്യത്ത് എങ്ങനെ? ഈ മയ്യിത്തിന്റെ മേലിൽ
ഫറലായ നമസ്കാരം ഇമാമോടുകൂടെ ഞാൻ നിർവഹിക്കുന്നു. ഇനി മുന്നിൽ മയ്യത്തില്ലാത്ത വെള്ളിയാഴ്ച പള്ളിയിൽ ചെയ്യുന്നത് പോലെ കുറെ വായിച്ചിട്ടാണെങ്കിൽ അപ്പോഴെങ്ങനെ നിയ്യത്തെടുക്കുക? അദ്രുക്കാക്കും മുഹമ്മദ് കാക്കും ബീരാൻ കാക്കും ഒക്കെ നിസ്കരിക്കുന്നു എന്ന് ഓരോന്നോരോന്ന് പറയേണ്ട. ഇമാമ് നിസ്കരിക്കുന്ന മയ്യത്തുകളുടെ മേലിൽ ഞാനും നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ വായിക്കപ്പെട്ട മയ്യത്തുകളുടെ മേലിൽ നിസ്കരിക്കുന്നു, അങ്ങനെ മതി. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, മറഞ്ഞ മയ്യത്തുകൾക്ക് നമസ്കരിക്കുമ്പോൾ ഒരു 5 പേര് ഇവിടെ വായിച്ചു എന്ന് കരുതാൻ. ജുമാ നമസ്കാരത്തിന് ശേഷം 5 പേര് വായിച്ചു. അതിൽ 2 ആളുടെ മയ്യത്ത് നേരത്തെ ജനാസയോടൊപ്പം പോയി നിസ്കരിച്ചതാണ്. 3 ആളുകളുടെ പുറത്തെ നാട്ടിൽ നിസ്കരിച്ചിട്ടില്ല. ഇങ്ങനെ ആവുമ്പോൾ ആളുകൾ അതിലിപ്പോൾ 2 നിസ്കരിച്ചാണല്ലോ, അത് വേണ്ടാന്ന് കരുതി പോകുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ പോവണ്ട. ഇങ്ങനെ ഒരു 4, 5, 6 മയ്യത്തുകളുടെ മേലിൽ ഒന്നിച്ച് നമസ്കരിക്കുമ്പോൾ അതിൽ ഏതെങ്കിലും മയ്യത്തിന്റെ മേൽ നേരത്തെ നമസ്കാരം നിർവഹിച്ചിട്ടുള്ളതാണെങ്കിൽ തന്നെ അതിൽ പങ്കെടുക്കണം. പങ്കെടുക്കുമ്പോൾ എന്ത് നിയ്യത്ത് വെക്കുക? ഞാൻ നമസ്കരിച്ചിട്ടില്ലാത്ത മയ്യത്തുകളുടെ മേലിൽ എന്ന നിയ്യത്തോടുകൂടെ നമസ്കരിക്കുക. നിയ്യത്ത് കഴിഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാം തക്ബീർ കെട്ടിക്കഴിഞ്ഞാൽ വജ്ജഹത്ത് ഓതരുത്. മുന്നിൽ മയ്യത്തുണ്ടെങ്കിൽ. മുന്നിൽ മയ്യത്തില്ലെങ്കിൽ വജ്ജഹത്ത് സുന്നത്താണ്. അഴുതു ഓതുക, അത് സുന്നത്തുണ്ട്. മയ്യത്ത് ഉണ്ടായാലും ഇല്ലെങ്കിലും അഴുതു ഓതുക. പെട്ടെന്ന് ഫാത്തിഹ ഓതുക. ഫാത്തിഹ കഴിഞ്ഞാൽ സൂറത്ത് വേണ്ട. ഫാത്തിഹ കഴിഞ്ഞാൽ 2ാം തക്ബീർ ചൊല്ലുക. 2ാം തക്ബീറിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത്, അത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അത്രയേ നിർബന്ധമുള്ളൂ. കുടുംബത്തിന്റെ മേലിലൊന്നും നിർബന്ധമില്ല, നിർബന്ധം അത്രയേ ഉള്ളൂ. അക്മലായ പൂർണ്ണമായ രൂപം നാം നമസ്കാരത്തിൽ അത്തഹിയാത്തിൽ ചൊല്ലാറുള്ള ഏറ്റവും പോരിശയുള്ള ഇബ്രാഹിമി സ്വലാത്ത് അത് ചൊല്ലലാണ് ഏറ്റവും നല്ലത്. അത് ചൊല്ലിക്കഴിഞ്ഞാൽ 3ാമത്തെ തക്ബീർ കഴിഞ്ഞാൽ മയ്യിത്ത് നമസ്കാരത്തിലെ മർമ്മപ്രധാനമായ കാര്യമാണ് മയ്യിത്തിന്റെ മേലിലുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥന വളരെ പ്രാധാന്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ സല്ലൈതും അലൽ മയ്യിത്തി ഫഅഖ്ലിസൂ ലഹു ദുആ. നിങ്ങൾ മയ്യിത്ത് നിസ്കരിക്കുകയാണെങ്കിൽ മുന്നിലുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു മയ്യത്തിന് വേണ്ടിയാണോ നമസ്കരിക്കുന്നത് എങ്കിൽ അദ്ദേഹത്തിന് പ്രത്യേകമായി ആ മയ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയിട്ടുണ്ട്. അത് പ്രാർത്ഥന, പലതരം പ്രാർത്ഥനകളുണ്ട് ഹദീസിൽ വന്നതന്നെ. നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, ഹദീസിൽ ഒത്തിരി ഐറ്റംസ് പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. ഒരു സഹാബി പറയാണ്, ഒരു ദിവസം ഞാൻ നബിയുടെ തൊട്ട് ചാരത്ത് മയ്യത്ത് നിസ്കരിക്കാൻ നിന്നു. ഒരു സഹാബി മരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് ഞാൻ മയ്യിത്ത് നിസ്കരിക്കാൻ നിന്നു. പുന്നാര നബിയുടെ സുദീർഘമായ പ്രാർത്ഥന ഞാൻ കേട്ടു. ഞാൻ നമസ്കരിക്കുകയാണ് തൊട്ടടുത്ത്. നബി തങ്ങളുടെ ദുആ കേട്ടപ്പോൾ ഞാൻ കൊതിച്ചുപോയി. ലൗ കുന്തുഹു, ആ കിടക്കുന്ന മയ്യിത്ത് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എത്ര നല്ല പ്രാർത്ഥന കിട്ടുമായിരുന്നല്ലോ, നബി ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചല്ലോ. ആ മയ്യിത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് വരെ ഞാൻ കൊതിച്ചുപോയി. പല പ്രാർത്ഥനകളുണ്ട്. ഇതിൽ നിർബന്ധമായത് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അത്ര മാത്രമേ നിർബന്ധമുള്ളൂ. സാധാരണ നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ ചൊല്ലാറുള്ള പ്രാർത്ഥന സ്വഹീഹ് മുസ്ലിമിൽ വന്ന ദുആയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വഅഫിഹി വഅക്രിം നുസുലഹു വവസ്സി മദ്ഖലഹു വഗ്സിൽഹു ബിൽ മാഇ വസ്സൽജി വൽ ബറദി ونقه من الخطايا كما ينقى الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه. ഇങ്ങനെ തുടങ്ങുന്ന പ്രാർത്ഥന. وأدخله الجنة وأعذه من عذاب القبر وفتنته ومن عذاب النار. ഈ പ്രാർത്ഥന, അല്ലാഹുവേ ഈ മയ്യിത്തിന് പുറത്തു കൊടുക്കണമേ, മാപ്പ് നൽകണമേ, സൗഖ്യം നൽകണമേ. വഅക്രിം നുസുലഹു, അദ്ദേഹത്തിന്റെ വിരുന്ന് നീ മാന്യമായി സൽക്കരിക്കണേ പടച്ചോനെ. വവസ്സി മദ്ഖലഹു, അദ്ദേഹത്തിന്റെ പ്രവേശന സ്ഥാനം ഖബറിനെ നീ വിശാലമാക്കണമേ. വഗ്സിൽഹു ബിൽ മാഇ വസ്സൽജി വൽ ബറദി, തണുത്ത വെള്ളം കൊണ്ട്, ഹിമവെള്ളം കൊണ്ട് അദ്ദേഹത്തെ നീ സ്ഫുടമാക്കണമേ, കഴുകണമേ പടച്ചവനെ. കമാ യുനഖ സൗബുൽ അബിയദു മിനദ്ദനസ്, തൂവള്ള വസ്ത്രം, വെള്ളവസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധമായ വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കുന്നത് പോലെ, വെള്ളവസ്ത്രം അഴുക്ക് നീക്കി വൃത്തിയാക്കുന്നത് പോലെ ഈ മനുഷ്യനെ നീ പാപങ്ങളിൽ നിന്ന് സ്ഫുടം ചെയ്യണേ, വൃത്തിയാക്കണമേ തമ്പുരാനെ. അങ്ങനെ തുടങ്ങിയിട്ട് വാബുദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി, ഇവിടെയുള്ള ഭവനത്തെക്കാൾ ഗുണകരമായ ഭവനം നീ പരലോകത്ത് കൊടുക്കണേ.
ഇവിടെയുള്ള ഭാര്യയേക്കാൾ, ഇണയേക്കാൾ നല്ല ഭാര്യയെ, കുടുംബക്കാരെക്കാൾ നല്ല കുടുംബത്തെ. പണ്ടൊരു മൊല്ലാക്ക പറഞ്ഞു, നമസ്കാരത്തിൽ മയ്യിത്ത് നമസ്കാരത്തിലുള്ള ദുആയും ഖബറടക്കുമ്പോഴുള്ള തസ്ബീത്ത് ഉണ്ടല്ലോ, അല്ലാഹുമ്മ ജാഫിൽ ഖബറൻ ജംബൈഹ, ഇതൊക്കെ സാധാരണക്കാർക്കെങ്ങാനും അർത്ഥം അറിഞ്ഞാൽ ഒരിക്കലും അത് ചൊല്ലൂല, ആമീനും പറയൂല. കാരണം അത്ര ഡേഞ്ചറാണത്. അല്ലാഹുമ്മ ജാഫിൽ ഖബറൻ ജംബൈഹ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവേ, ഈ മയ്യിത്തിന്റെ രണ്ടു ഭാഗത്തെ തൊട്ടും രണ്ടു ഭാഗവും നീ ഖബർ എന്താകണേ, അകറ്റേണമേ പഠിച്ചോനെ. മയ്യിത്ത് കിടക്കുകയാണ്, രണ്ടു ഭാഗത്തു നിന്നും ഖബർ അകറ്റേണമേ റബ്ബേ. മുകളിൽ പലകെ കല്ലൊക്കെ വെച്ചിട്ടില്ല, ഇത് അകറ്റി എന്തായിരിക്കും അവസ്ഥ? പാപ്പാന്റെയും ഉമ്മാന്റെയും മേലെ കല്ലും പലകയൊക്കെ വരുമ്പേ. അപ്പോ അങ്ങനെയുള്ളൊരവസ്ഥ നമ്മൾ ഈ ഭൗതിക ലോകത്തുള്ള അവസ്ഥയല്ല, ഇവിടത്തെ സബബുകളല്ല, ഇവിടത്തെ സമ്പ്രദായമല്ല. ആഖിറത്തില് മേലേക്ക് വീഴാതെ തന്നെ അകറ്റാൻ അള്ളാഹുവിന് സാധിക്കും. ഇത് പ്രകാരം തന്നെ അള്ളാഹുവേ, എന്റെ ഉപ്പാക്ക് ഇവിടത്തെ വീടിലേറെ നല്ല വീട്, ഞങ്ങളെക്കാൾ നല്ല കുടുംബം. പാപ്പാനൊപ്പം ഞങ്ങള് കുടുംബക്കാരായ ഞങ്ങൾ എങ്ങനെ ചെയ്തത് ഞങ്ങൾക്കറിയാലോ. അത് ഞങ്ങളെക്കാൾ നല്ല കുടുംബം, വീട്ടിലുള്ള ഉമ്മച്ചിയേക്കാൾ നല്ല ഭാര്യ എന്നൊക്കെ ദുആ ചെയ്യുമ്പോൾ മക്കൾക്ക് അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് മനസ്സിന് വിഷമമുണ്ടാവും. എന്നാൽ ഈ ഹദീസ്, ഈ പ്രാർത്ഥനയുടെ വിശദീകരണം ഫത്ഹുൽ മുഈന്റെ വിശദീകരണ ഗ്രന്ഥത്തിന് അടക്കം കാണാ. അൽ മുറാദു ബിൽ ഇബ്ദാലി ഫിൽ അഹ്ലി വസ്സൗജതി, ഭാര്യയെ ഇണയെ പകരം നല്ലത് കൊടുക്കണേ, വീട് പകരം നല്ലത് കൊടുക്കണേ, ഇവിടത്തേക്കാൾ നല്ല കുടുംബത്തെ കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞാൽ ഇബ്ദാലുൽ ഔസാഫി ലദവാതി, ഇബ്ദാലുൽ ഔസാഫി, ഇവിടെയുള്ളത് തന്നെ ഗുണമാക്കി കൊടുക്കണേ എന്നാണ് അതിനർത്ഥം. പഠിച്ചവനെ, ഇവിടെയുള്ള ഇണയേക്കാൾ നല്ല ഇണയെ അവിടെ കൊടുക്കണേ, ഉത്തമമായ ഇണയെ കൊടുക്കണേ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഇണയെ ഇവിടത്തേതിനേക്കാൾ ഉത്തമമായ അവസ്ഥയിൽ അവിടെ കൊടുക്കണേ. ഇവിടെയുള്ള കുടുംബങ്ങളെ ഇവിടത്തേതിനേക്കാൾ ഗുണകരമായ അവസ്ഥയിൽ പരലോകത്ത് കൊടുക്കണേ. ഇബ്ദാലുൽ ഔസാഫി അവസ്ഥയുടെ മാറ്റമാണ്, ലദവാത്തി വ്യക്തികളെ മാറ്റാൻ. ഭാര്യയെ മാറ്റി കൊടുക്കണം, കുടുംബത്തെ മാറ്റി കൊടുക്കണം എന്ന് ഈ പ്രാർത്ഥനയ്ക്ക് അർത്ഥമില്ല. എന്തുകൊണ്ട്? ഖുർആനിലുണ്ട്, സത്യവിശ്വാസികൾക്ക് പരലോകത്ത് കൊടുക്കുന്നത് വിവരിച്ച കൂട്ടത്തിൽ വഅൽഹഖ്നാ ബിഹിം ദുർരിയാതിഹിം, വഅൽഹഖ്നാ ബിഹിം ദുർരിയാതിഹിം, നല്ല ആളുകൾ മരിച്ചു ചെന്നാല് അവരിലേക്ക് നാം അവരുടെ ഭാര്യ മക്കളെ ചേർത്തി കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. നല്ല ആളുകൾക്ക് നാം അവർക്ക് ഭൂമിയിലുണ്ടായിരുന്ന കുടുംബത്തെ തന്നെ അവരിലേക്ക് നാം ചേർത്തി കൊടുക്കും എന്ന് മാത്രമല്ല, ഇമാം തൊബ്റാനി അടക്കം മുഹദ്ദിസുകൾ ഉദ്ധരിച്ച ഹദീസിൽ കാണാ, ഇന്ന നിസാഅ അഹ്ലിൽ ജന്നത്തി മിൻ നിസാഇദ് ദുനിയ, ഇന്ന നിസാഅൽ ജന്നത്തി മിൻ നിസാഇദ് ദുനിയ അഫ്ളലു മിനൽ ഹൂരിൽ ഐൻ. സഹോദരിമാർ ഇതൊക്കെ കേട്ടോട്ടെ അല്ലേ, എനിക്ക് സങ്കടം കുറച്ചും കൂടെ കൂടും ഭർത്താവ് മരിച്ചുപോയാൽ. ഇന്ന നിസാ അൽ ജന്ന, സ്വർഗീയ വനിതകൾ. ഏത് സ്വർഗീയ വനിതകൾ? മിൻ നിസാഇദ് ദുനിയാ, ദുന്യാവിൽ നിന്ന് മരണപ്പെട്ടു പോയി സ്വർഗത്തിൽ കടന്ന പെണ്ണുങ്ങൾ. അഫ്ളലു മിനൽ ഹൂരിൽ ഐൻ, സ്വർഗീയ വനിതകളായ ഹൂറിമാരെക്കാൾ ഉന്നതരാണ്, ശ്രേഷ്ഠതയുള്ളവരാണ് ഇവിടത്തെ പെണ്ണുങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നല്ലൊരു മുഅ്മിൻ മരിച്ച് സ്വർഗത്തിൽ കയറി കഴിഞ്ഞാൽ ഹൂറികളെക്കാൾ അവൻ ഇഷ്ടപ്പെടുന്നത് ദുന്യാവിൽ അവനുണ്ടായിരുന്ന ഭാര്യയെ തന്നെയാണ്. ആ ഭാര്യയെ തന്നെ ഇവിടത്തെ കുറവുകളും പോരായ്മകളും പരിഹരിച്ച് അവിടെ കൊടുക്കേണമേ എന്ന പ്രാർത്ഥനയാണ് വാസ്തവത്തിൽ ആ പ്രാർത്ഥന. അപ്പൊ ഈ പ്രാർത്ഥന അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന, അതറിയാത്തവർ ഇത്ര ചൊല്ലിയാൽ മതി എന്നൊക്കെ മൗലവിമാർ പറയലുണ്ട്. ഈ പ്രാർത്ഥന മുഴുവൻ അറിയാത്തവർ അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു എന്ന് ചൊല്ലിയാൽ മതി. അറിയാത്തവരെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഇതാണ്. പഠിച്ചോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന മുസ്ലിമിൽ വന്ന പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം മറ്റൊരു പ്രാർത്ഥനയും ചൊല്ലൽ നല്ലതാണ്. അല്ലാഹുമ്മ ഗഫിർ ലി ഹയ്യിനാ വ മയ്യിത്തിനാ വശാഹിദിനാ വഗായിബിനാ വസഗീരിനാ വകബീരിനാ വദക്കരിനാ വഉൻസാനാ اللهم من أحييته منا فأحيه على الإسلام ومن توفيته منا فتوفه على الإيمان. നല്ല പ്രാർത്ഥന. اللهم اغفر لحينا وميتنا, അല്ലാഹുവേ ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും പുറത്തു തരണേ റബ്ബേ.
വശാഹിദിനാ വഗായിബിനാ, സ്ഥലത്തുള്ളവർക്കും സ്ഥലത്തില്ലാത്തവർക്കും പുറത്തു തരണേ അല്ലാ. വസഗീരിനാ വകബീരിനാ, ഞങ്ങളിലെ ചെറുപ്പക്കാർക്കും വലിയവർ മുതിർന്നവർക്കും. വദക്കരിനാ വഉൻസാനാ, ഞങ്ങളിലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ പുറത്തു തരണേ റബ്ബേ. അല്ലാഹുമ്മ മൻ അഹ്യൈതഹു മിന്നാ ഫഅഹ്യിഹി അലൽ ഇസ്ലാം. അല്ലാഹുവേ, ഞങ്ങളിൽ ആരെയെങ്കിലും നീ ജീവിക്കാൻ വിടുകയാണെങ്കിൽ, ആയുസ് തരികയാണെങ്കിൽ ഫഅഹ്യിഹി അലൽ ഇസ്ലാം, മുസ്ലിമായി ജീവിപ്പിക്കണേ പടച്ചോനെ. വമൻ തവഫൈതഹു മിന്നാ ഫതവഫഹു അലൽ ഈമാൻ, ഞങ്ങളിൽ നിന്ന് ആരെയെങ്കിലും നീ മരിപ്പിക്കുകയാണെങ്കിൽ റബ്ബേ, ഈമാനോടുകൂടെ മരിപ്പിക്കുകയും ചെയ്യണമേ. നല്ല പ്രാർത്ഥന. കുട്ടിയാണ് മയ്യത്തെങ്കിൽ, കൊച്ചുകുട്ടി, പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ് മയ്യത്തെങ്കിൽ, ഈ പ്രാർത്ഥനക്ക് പുറമെ ഇതൊക്കെ പ്രാർത്ഥിക്കണം. പുറമെ ഈ ദുആ കൂടെ നല്ലതാണ്. അല്ലാഹുമ്മ ജ്അൽഹു ഫറത്തൻ ലി അബവൈഹി വസലഫൻ വദുഖറൻ വഇളതൻ വഅതിബാറൻ വശഫിയ വസത്തിൽ ബിഹി മവാസീനഹുമാ വഅഫ്രിഗി സ്വബ്റ അലാ ഖുലൂബിഹിമാ. ഈ പ്രാർത്ഥന കുട്ടികളാണെങ്കിൽ വർദ്ധിപ്പിക്കേണ്ട പ്രാർത്ഥന. എന്താണ് അതിനർത്ഥം? അല്ലാഹുമ്മ ജ്അൽഹു ഫറത്തൻ ലി അബവൈഹി, ഈ കുഞ്ഞിനെ, കുഞ്ഞിന്റെ മാതാപിതാക്കൾക്കുള്ള ഒരു മുൻവിരുന്നുകാരനാക്കണേ അല്ലാ. ഉമ്മിയും ബാപ്പിയും വിരുന്നു പോവും കുറച്ച് കഴിഞ്ഞാല്. അവരെ വിരുന്നിന് മുമ്പ് തന്നെ വിരുന്ന് ചെന്നിട്ട് അവിടെ അറേഞ്ച്മെന്റ് ചെയ്യാനുള്ള മുൻവിരുന്നുകാരനാക്കണേ അല്ലാ. വസലഫൻ, ഒരു മുൻഗാമിയാക്കണേ. വദുഖറൻ, ഒരു സൂക്ഷിപ്പ് സ്വത്ത് ആക്കണേ. വഇളതൻ വഅതിബാറൻ, ഒരു ഗുണപാഠമാക്കണേ. ചിലപ്പോ അങ്ങനെയാണ്, ഒരു കുട്ടി മരിച്ചുപോയാൽ പിന്നെ തന്തിയും തള്ളിയും നന്നാവും. അങ്ങനെയുണ്ട്. അല്ലാഹുവേ, ഈ കുഞ്ഞിനെ നീ പിടിച്ചു കൊണ്ടുപോയതിലൂടെ, കുഞ്ഞിന്റെ മരണത്തിലൂടെ അവർക്കൊരു പാഠമാക്കണേ റബ്ബേ. വഅതിബാറൻ വശഫിയ, ഈ കുട്ടിയെ ഒരു ശുപാർശകനാക്കണേ അല്ലാ. കൊച്ചുകുട്ടികൾ പരലോകത്ത് മാതാപിതാക്കൾക്ക് ശുപാർശ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടല്ലോ. വശഫിയ, ഈ കുട്ടിയെ ശുപാർശകനാക്കുകയും ചെയ്യണേ അല്ലാ. അല്ലാഹുമ്മ അഫ്രിഗി സ്വബ്റ അലാ ഖുലൂബിഹിമാ, അവരുടെ ഹൃദയങ്ങളിൽ നീ പടച്ചവനെ ക്ഷമ ചൊരിച്ചു കൊടുക്കണേ അല്ലാ. വസത്തിൽ ബിഹി മവാസീനഹുമാ വഅഫ്രിഗി സ്വബ്റ അലാ ഖുലൂബിഹിമാ, ഈ കുട്ടി മരിച്ചത് മൂലം അവർ ക്ഷമിച്ചു. ഈ ക്ഷമയെ നാളെ പരലോകത്തൊരു നന്മയാക്കണേ, ഭാരമുള്ള നന്മയാക്കണേ അല്ലാ. അവർക്ക് ക്ഷമിക്കാനുള്ള കരുത്ത് കൊടുക്കണേ അല്ലാ. ഈ പ്രാർത്ഥന കൂടെ വർദ്ധിപ്പിക്കും. അപ്പൊ മൂന്നാമത്തെ തക്ബീറിന് ശേഷം ഇങ്ങനെയുള്ള പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ നാലാം തക്ബീർ. നാലാമത്തെ തക്ബീർ കഴിഞ്ഞാൽ പ്രത്യേകം ഒന്നും ചൊല്ലൽ നിർബന്ധം ഇല്ല, സലാം വീട്ടി കൊടുത്താൽ മതി. എന്നാലും അല്ലാഹുമ്മ ലാ തഹരിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് ചൊല്ലുന്നത് നന്നായിരിക്കും, സുന്നത്താണ്. അല്ലാഹുമ്മ ലാ തഹരിംനാ അജ്റഹു, ഈ മയ്യിത്തിന്റെ കൂലി ഞങ്ങൾക്ക് വിലക്കല്ലേ, തടയല്ലേ അല്ലാ. എന്താ മയ്യിത്തിന്റെ കൂലി? ഐ അജ്റ സ്വലാത്തി അലൈഹി, ഞങ്ങളിപ്പോ ഈ മയ്യിത്തിന്റെ പേരിൽ ഇവിടെ നിർവഹിച്ചിരിക്കുന്ന നമസ്കാരത്തിന്റെ കൂലി ഞങ്ങൾക്ക് തടയല്ലേ അല്ലാ. അല്ലെങ്കിൽ ഔ അജ്റൽ മുസീബത്തി ബിഹി, ഈ മയ്യിത്തിന്റെ കൂലി ഞങ്ങൾക്ക് തടയല്ലേ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിസ്കാരത്തിന്റെ കൂലി, അല്ലെങ്കിൽ ഔ അജ്റൽ മുസീബത്തി ബിഹി, ഇയാൾ മരിച്ചുപോയി, ഞങ്ങൾക്കൊക്കെ ദുഃഖമുണ്ട്, ഞങ്ങൾ ക്ഷമിച്ചു, ആ ക്ഷമയ്ക്കുള്ള പ്രതിഫലം തടയല്ലേ. ലാ തഹരിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു, അദ്ദേഹത്തിന് ശേഷം ഞങ്ങളെ നശിപ്പിക്കല്ലേ. വഗ്ഫിർ ലനാ വലഹു, ഞങ്ങൾക്കും മയ്യിത്തിനും പുറത്തു തരണേ അല്ലാ. ഇത് കഴിഞ്ഞാൽ ഉടനെ സലാം വീട്ടുക. സലാമിൽ മറ്റു നമസ്കാരങ്ങൾക്കില്ലാത്ത ഒരു സുന്നത്തുണ്ട്, വബറകാതുഹു ചേർക്കൽ സുന്നത്താണ്. ഇങ്ങനെ നമസ്കരിക്കുക. ഇമാമ് നിൽക്കൽ ആരാണ് നല്ലത്? നേരത്തെ കുളിപ്പിക്കുന്നിടത്ത് മുൻഗണനാ തർത്തീബ് പറഞ്ഞത് അത് ഇവിടെയും ബാധകം. കുളിപ്പിക്കൽ ആരാണ് നല്ലതെന്ന് അവിടെ പറഞ്ഞല്ലോ. ഉപ്പ, മകൻ, സഹോദരൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ ക്രമമാണ് നമസ്കരിക്കുന്നിടത്തും മുന്തിക്കപ്പെടേണ്ട ക്രമം. എന്നാൽ സ്വാലിഹീങ്ങൾ, ഭക്തന്മാർ, ആരിഫീങ്ങൾ, ഉലമാ, നല്ല പണ്ഡിതന്മാരുണ്ടെങ്കിൽ മക്കൾക്ക് മയ്യിത്ത് നമസ്കാരത്തിന് അവകാശപ്പെട്ട ആളുകൾക്ക്, മുത്തഖികളെ, നല്ല ആളുകളെ ഈ കൃത്യം ഏൽപ്പിക്കാവുന്നതാണ്. അത് നല്ലതാണ് ഒരർത്ഥത്തിൽ. നല്ല ഭക്തരായ ആളുകൾ, സ്വാലിഹീങ്ങൾ അവിടെ വന്നു മയ്യിത്ത് നമസ്കാരത്തിന്, അപ്പൊ മകൻ അത് ഏൽപ്പിച്ചെടുക്കുക. ഇതിന് തെളിവുണ്ട്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസം മയ്യിത്ത് നമസ്കാരത്തിന് വേണ്ടി സ്വഹാബികൾ സംഗമിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പുത്രൻ
ലോക പ്രശസ്ത പണ്ഡിതനായ സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ പ്രധാനിയായ മുത്തബിഉ സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സ്ഥലത്തുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ വലിയ പണ്ഡിതനാണ്, പ്രസിദ്ധനാണ്, പ്രധാന സ്വഹാബിയാണ്. ഈ സ്വഹാബിയായ മകൻ അവിടെ ഉണ്ടായിട്ടും മകൻ നിസ്കരിച്ചില്ല. സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ വന്യ വയോധികരായിരുന്ന, സുസമ്മതരായിരുന്ന, എല്ലാവരും ആദരിച്ചിരുന്ന മഹാനായ സുഹൈബ് ബിനു സിനാൻ റളിയല്ലാഹു അൻഹുവാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നമസ്കാരത്തിന് നേതൃത്വം നൽകിയത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മാറിക്കൊടുത്തു. സുഹൈബ് റളിയല്ലാഹു അൻഹു സുസമ്മതനായിരുന്നു, സർവാധരണീയരായിരുന്നു സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ. എന്താ പ്രത്യേകത? സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ കാരണത്താൽ ഖുർആൻ വരെ ഇറങ്ങിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് സുഹൈബ് റളിയല്ലാഹു അൻഹുവിന് പോകാൻ അവസരമുണ്ടായത്. ഹിജ്റ പോകാൻ വേണ്ടി വസ്തുക്കളെല്ലാം കെട്ടിക്കൊണ്ട് ഒട്ടകപ്പുറത്ത് മദീനയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങിയപ്പോ അഖദഹൽ മുശ്രികൂന വഅസബുഹു, ഖുറൈശികൾ വന്നുകൊണ്ട് സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ പിടികൂടിയിട്ട് ദ്രോഹിച്ചു. അങ്ങനെ മദീനയിലേക്ക് പോകാൻ പറ്റൂല. നേരത്തെ പോയി ഒരു വിഭാഗം ആളുകൾ ഇനി ഇവിടുന്ന് ഓരോരുത്തരെ ഞങ്ങൾ പറഞ്ഞു വിടുകയില്ല. പിടിച്ചു വെച്ചു സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ. ഫഖാല, ആ മഹാനായ ധീരനായ സ്വഹാബി പറഞ്ഞു, നിങ്ങൾ എന്നെ വിടൂ, നിങ്ങൾ എന്നെ, ഇന്നി ശൈഖുൻ കബീർ, ഞാനൊരു ക്ഷീണിച്ച മനുഷ്യനല്ലേ. ഇൻ കുൻതു മഅകും ഫലം അൻഫഅകും, ഞാൻ നിങ്ങളെ കൂടെ നിന്നാൽ എന്നെ കൊണ്ട് നിങ്ങൾക്കൊരു നേട്ടം കിട്ടൂല ഈ മക്കയിൽ തങ്ങിയാൽ. എന്നാൽ വഇൻ കുൻതു അലൈക്കും, ഞാൻ പ്രതിപക്ഷത്ത് ചേർന്നാലോ മദീനയിലേക്ക് പോയാലോ ഫലം അദുറക്കും, എന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കൊരു ദ്രോഹം ഉണ്ടാവില്ല. അതുകൊണ്ട് പൊന്നാര ചങ്ങാതിമാരെ, എന്നെ നിങ്ങൾ കഷ്ടത്തിലാക്കല്ലേ, എന്നെ വിടൂ എന്ന് വളരെ വിനയത്തോടുകൂടെ മത്താഫിൽ വെച്ച് മദീനയിലേക്ക് പോകും മുമ്പ് തവാഫ് കൂടെ ചെയ്തു പോകാമെന്ന് തീരുമാനിച്ച് തവാഫ് ചെയ്ത് അവസാനിച്ചപ്പോ വളരെ കെഞ്ചി പറഞ്ഞു ഖുറൈശി യുവാക്കളോട്. അവർ പറഞ്ഞു, വിടുന്ന പ്രശ്നമല്ല, ഒട്ടകത്തെ അവർ പിടിച്ചു വെച്ചു, മദീനയിലേക്ക് വിടൂല എന്നും പറഞ്ഞിട്ട്. ആ സമയം പിടിവലിയായി. ഒരു നിലക്കും സുഹൈബ് റളിയല്ലാഹു അൻഹു വഴങ്ങില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോ ഖുറൈശി പ്രമാണിമാർ പറഞ്ഞു, സുഹൈബേ, നീ ഞങ്ങളുടെ കൂട്ടത്തിലെ സമ്പന്നനാണല്ലോ, വലിയ കച്ചവടക്കാരനാണല്ലോ, ഒരുപാട് കച്ചവട യാത്രകൾ നടത്തി ഒരുപാട് സമ്പത്ത് നീ സമ്പാദിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ മദീനയിലേക്ക് നിന്റെ പ്രവാചകന്റെ അരികിലേക്ക് പോക്ക് നിർബന്ധമാണെങ്കിൽ പോയേ മതിയാകൂ എന്നുണ്ടെങ്കിൽ നീ അധ്വാനിച്ച സമ്പത്ത് മുഴുവൻ ഞങ്ങളെ ഏൽപ്പിച്ചാൽ നിന്നെ ഞങ്ങൾ വിടാം. നിന്റെ സ്വത്ത് മുഴുവൻ ഞങ്ങളങ്ങോട്ട് ഏൽപ്പിക്കുകയാണെങ്കിൽ വിടാം. ഇത് കേൾക്കേണ്ട താമസം സുഹൈബ് റളിയല്ലാഹു അൻഹു മുഴുവൻ അവർക്ക് കൊടുത്തിട്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ മദീനയിലേക്ക് നടന്നു നീങ്ങുകയാണ്. സുഹൈബ് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹുവിന്റെ വരവ് മദീന പള്ളിയിലിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്നു. സുഹൈബിന്റെ നിഴൽ അടുത്തെത്തിയപ്പോ നബി തങ്ങൾ പറഞ്ഞു, പുഞ്ചിരിച്ചു പറഞ്ഞു, റബിഹൽ ബൈഅ, റബിഹൽ ബൈഅ, സുഹൈബിന്റെ കച്ചവടത്തിൽ ലാഭം കിട്ടിയിട്ടുണ്ട്. എന്ത് കച്ചവടമായി ചെയ്തത്? ജീവിതത്തിന്റെ ആരോഗ്യമുള്ള സമയം, യുവത്വകാലം മുഴുവൻ അധ്വാനിച്ചത് ശത്രുക്കൾക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് അള്ളാഹുവിനെ വാങ്ങി പകരം ജീവിതം അധ്വാനിച്ച് വിയർപ്പ് ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ പണം മുഴുവൻ കൊടുത്തു, പകരം അള്ളാഹുവിനെ വാങ്ങി. സുഹൈബിന്റെ കച്ചവടം ലാഭിച്ചിരിക്കുന്നു. നസല ഫീഹിൽ ഖുർആൻ, സുഹൈബിന്റെ കാര്യത്തിൽ ഖുർആൻ ഇപ്പ ഇറങ്ങി കിട്ടി. ജിബ്രീൽ അലൈഹിസ്സലാം വന്നു ഓതി കേൾപ്പിച്ചു. വമിനൻ നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫും ബിൽ ഇബാദ്. ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ്, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി സ്വന്തത്തെ തന്നെ വിറ്റ് കളയുന്ന വർഗം. സ്വന്തത്തെ തന്നെ വിൽക്കും അവർ, സ്വന്തം തടി വിൽക്കും പഠിച്ചവന്റെ പൊരുത്തം കിട്ടിയാൽ. ഇങ്ങനെയുള്ള ഒരു വിഭാഗം. വല്ലാഹു റഊഫും ബിൽ ഇബാദ്, ഇത്തരത്തിലുള്ള സജ്ജനങ്ങളോട് അല്ലാഹു റഊഫാണ്, വല്ലാത്ത കരുണയുള്ളവനാണ് അല്ലാഹു. സൂറത്തുൽ ബഖറയുടെ 207-ാമത്തെ ആയത്ത്
ഇതാണ് പഠിപ്പിക്കുന്നത് ഈ സ്വഹാബിയുടെ കാര്യത്തിൽ. ഈ സ്വഹാബിയെയാണ് ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ മകൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിർത്തിയത്. അതുകൊണ്ട് ഇനി പള്ളിയിലെ മൊയ്ലിയേരാണ്ട് ഏൽപ്പിക്കുക ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അതും വേണ്ട. നല്ല സുസമ്മതനായ നല്ല ആള്, അതൊക്കെ കൂലി തൊഴിലാളികളാണല്ലോ, ഞങ്ങൾ ആ പണിയെടുപ്പിച്ചായാലും കൂലി തരേണ്ടി വരും. അതുകൊണ്ട് ആ ഗതികളിൽ ആരും നിൽക്കണ്ട. അപ്പോ മക്കൾ ചെയ്താൽ കൂടുതൽ നല്ലതാണ്. ഹൃദയവേദനയോടുകൂടെയുള്ള പ്രാർത്ഥന കിട്ടും. ഇനി മക്കൾക്ക് തോന്നി നല്ല ഒരാള് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള മനുഷ്യനാണെന്നൊക്കെ തോന്നിയാൽ ഏൽപ്പിക്കുന്നത് വിരോധമില്ല ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇനി വേറൊരു കാര്യം, ഒരു സഹോദരൻ ഒരു ചോദ്യം കൊണ്ടുവന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആയതുകൊണ്ട് വായിക്കാം. സാധാരണ മയ്യിത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷമാണല്ലോ മയ്യിത്ത് നമസ്കരിക്കാറ്. പള്ളിയിൽ കൊണ്ടുവന്നിട്ടാണ് സാധാരണ മയ്യിത്ത് നമസ്കരിക്കുന്നത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ആദ്യം വീടുകളിൽ വെച്ച് സ്ത്രീകൾ നമസ്കരിക്കുന്നു, ഇതിനു ശേഷമാണ് പള്ളികളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത് ശരിയാണോ? റസൂലിന്റെ കാലത്ത് സ്ത്രീകൾ മയ്യിത്ത് നമസ്കരിച്ചിട്ടുണ്ടോ? ഈ സ്ത്രീകളുടെ മയ്യിത്ത് നമസ്കാരം തെറ്റാണെന്ന് ഒരു മുസ്ലിയാർ മയ്യിത്ത് നമസ്കാരത്തിന്റെ മുമ്പുള്ള പ്രസംഗത്തിൽ പറഞ്ഞു കേട്ടു. ഏതാണ് ശരി? ഒരു കൂട്ടുകാരന്റെ ചോദ്യം. പെണ്ണുങ്ങളുടെ മയ്യിത്ത് നമസ്കാരം എന്താണ് ഇസ്ലാമിക നിയമം? സ്ത്രീകളുടെ മയ്യിത്ത് നമസ്കാരത്തിന്റെ ഹുക്ം എന്താണ്? ശരിക്കും മനസ്സിലായിക്കോ. വല്ലാത്ത അഭിപ്രായ വ്യത്യാസമുള്ള ഒരു സബ്ജക്റ്റാണ്. പെണ്ണിന്റെ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട കോലാഹലം പോലെ തന്നെ ഇതും കേരളത്തിന്റെ ചില ഭാഗങ്ങളിലൊക്കെ ചർച്ച നടക്കുന്ന ഒരു വിഷയം. പെണ്ണ് മയ്യിത്ത് നമസ്കരിക്കണോ വേണ്ടേ? അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് മയ്യിത്ത് നമസ്കാരം പുരുഷന്മാരുടെ ബാധ്യതയാണ്. പുരുഷന്മാർ ഉള്ളപ്പോൾ സ്ത്രീകൾ മയ്യിത്ത് നമസ്കരിച്ചാൽ ആ ബാധ്യത വീടുകയില്ല. വലാ യസ്ഖുതുൽ ഫർളു ബിന്നിസാഇ വഹുനാക റിജാലുൻ. പുരുഷന്മാർ ഉണ്ടായിരിക്കെ സ്ത്രീകൾ നമസ്കരിച്ചാൽ മയ്യിത്ത് നമസ്കാരം എന്ന ബാധ്യത തീരില്ല. 1000 സ്ത്രീകൾ നമസ്കരിച്ചു, തീരില്ല. ഒരു പുരുഷൻ നമസ്കരിച്ചാൽ ബാധ്യത തീർന്നു. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ പുരുഷന്റെ ബാധ്യതയാണ്, പുരുഷന്റെ കടമയാണ് മയ്യിത്ത് നമസ്കാരം. എന്നാൽ സ്ത്രീകൾക്ക് മയ്യിത്ത് നമസ്കരിക്കാം ചില നിബന്ധനകളോടുകൂടെ. ഏതാ നിബന്ധന? പുരുഷന്മാരോടൊന്നിച്ചു നമസ്കരിക്കാം, അല്ലെങ്കിൽ പുരുഷന്മാർ നമസ്കാരം നിർവഹിച്ചതിന്റെ പിറകിൽ സ്ത്രീകൾക്ക് നമസ്കരിക്കാം. പുരുഷന്മാർ നിസ്കരിക്കുന്നതിന്റെ മുമ്പൊരു പെണ്ണ് ഇമാം എന്നുകൊണ്ടുള്ള ഇടപാട് കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ അത് തെറ്റായ രീതിയാണ്. ഫുഖഹാ മഹത്തുക്കളായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഖുർആനും ഹദീസും നമ്മൾ കണ്ടതിലേറെ കണ്ടവരാണ്, പഠിച്ചവരാണ്, മനസ്സിലാക്കിയവരാണ്, ഗ്രഹിച്ചവരാണ്. അതുകൊണ്ട് പെണ്ണിന് ആ ബാധ്യത ഇല്ലാത്തത് കൊണ്ട് ആണുങ്ങൾ ഉണ്ടായിരിക്കെ പെണ്ണ് ആ ബാധ്യതക്ക് മുന്നിൽ വരരുത്. അപ്പൊ അങ്ങനെ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ മുമ്പ് സ്ത്രീകൾക്ക് നമസ്കരിക്കണമെങ്കിൽ ഒരു പുരുഷൻ ഇമാമത്ത് നിൽക്കുക. ആ സ്ത്രീകൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യാം. റസൂലിന്റെ കാലത്ത് ഇങ്ങനെ നമസ്കാരം നടന്നിട്ടുണ്ടോ എന്നുള്ളതാ അടുത്ത ചോദ്യം. ഉണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ കാണാം. ലമ്മാ തുവഫിയ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, പ്രസിദ്ധ സ്വഹാബി സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ അർസല അസ്വാജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ പത്നിമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ അവിടത്തെ ഭാര്യമാർ വിവരമറിയിച്ചു. അൻ യമുറു ബിജനാസതിഹി, ജനാസ കൊണ്ടുപോകുമ്പോ ഞങ്ങൾ അടുത്ത് കൂടെ കൊണ്ടുപോകുമ്പോ ഇവിടെ നിന്ന് കയറ്റി വെച്ചിട്ട് ഞങ്ങൾക്ക് നമസ്കരിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു തരണം. ഭാര്യമാർ, നബിയുടെ ഭാര്യമാർ ആവശ്യപ്പെട്ടു. സഅദിന്റെ ജനാസ നമസ്കരിക്കാനുള്ള താല്പര്യം അവർ തുറന്നു പ്രകടിപ്പിച്ചു. അവരുടെ ആവശ്യപ്രകാരം അവരുടെ മുന്നിൽ ജനാസ കൊണ്ടുവന്ന് വെച്ചുകൊടുത്തു. മഹാനായ സഅദിന്റെ മേലിൽ പ്രവാചക പത്നിമാർ നമസ്കരിച്ചു. മുസ്ലിമിൽ കാണാം. എന്നാൽ അത്രയും പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? എന്നാൽ പണ്ട് കാലങ്ങളിൽ മുൻഗാമികളായ പണ്ഡിതന്മാർ ആരും തന്നെ സ്ത്രീകളുടെ മയ്യിത്ത് നമസ്കാരം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എന്തേ? അവർ ഈ ഹദീസ് കാണാതെ പോയത് കൊണ്ടാണോ? അല്ല, അവർ കണ്ടിട്ടുണ്ട്. 100 കണക്കിന് 1000 കണക്കിന് ആവർത്തി അവർ ദർസ് നടത്തിയിട്ടുണ്ട് ഈ ഹദീസ്. നമ്മളെക്കാൾ ഭക്തി കുറഞ്ഞവരായതുകൊണ്ടാണോ? മുൻഗാമികളെക്കാൾ ഇന്നിപ്പോ കുറച്ച് നമ്മളിലെ ചെറുപ്പക്കാർക്കൊക്കെ ഭക്തി കൂടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മുൻഗാമികൾക്ക് ഭക്തി കുറഞ്ഞത് കൊണ്ടാണോ അവര് സ്ത്രീകളുടെ മയ്യിത്ത് നമസ്കാരം വേണ്ടെന്ന് വെച്ചത്? അല്ല. ശരിക്കും മനസ്സിലായിക്കോ. പെണ്ണ് മയ്യിത്ത് നമസ്കരിച്ചാൽ വഖഅത്ത് നഫില, അത് സുന്നത്തായിട്ട് സ്വീകരിക്കപ്പെടും, പരിഗണിക്കപ്പെടും. 2 സുന്നത്തുകൾ ഒരേ സമയം നിങ്ങളുടെ നേരെ വന്നു. ഇത് ഒരു ഓപ്ഷൻ.
രണ്ട് സുന്നത്തിനുള്ള ചാൻസ് ഉണ്ട്. ഒന്നുകിൽ ഇതെടുക്കുക, അല്ലെങ്കിൽ മറ്റേതെടുക്കുക. അപ്പൊ ബുദ്ധിയുള്ള ബോധമുള്ള മുഅ്മിൻ എന്താ ചെയ്യാ? കൂട്ടത്തിൽ മുഅക്കദായ സുന്നത്ത് ഏതാന്ന് നോക്കും. ശക്തിയുള്ള സുന്നത്ത്, കൂടുതൽ പോലീസുള്ള സുന്നത്ത് ഏതാന്ന് നോക്കിയിട്ട് അതല്ലേ എടുക്കേണ്ടത്. ഉമ്മാക്കും അസുഖം, അതുപോലെ തന്നെ കൊച്ചാപ്പാന്റെ കെട്ടിയോക്കും അസുഖം, രണ്ടും ഒപ്പം. രണ്ടുപേരെയും വണ്ടി കയറ്റിട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. ഒരാളെ നോക്കാൻ പറ്റുള്ളെങ്കിൽ ആദ്യം ഉമ്മാനെ നോക്കണം. അങ്ങനെയല്ലേ ബോധമുള്ള ആളുകൾ ചെയ്യാം. ഇതുപോലെ രണ്ട് സുന്നത്തുകൾ മുന്നിൽ വന്നു. രണ്ട് സുന്നത്ത് ഒപ്പം വന്നു കഴിഞ്ഞാൽ രണ്ടിന്റെയും കൂട്ടത്തിൽ പ്രാധാന്യമർഹിക്കുന്ന ശക്തിയായ സുന്നത്ത് ഏതാണെന്ന് നോക്കുക. അത് നോക്കുമ്പോ പെണ്ണിന്റെ മയ്യിത്ത് നമസ്കാരം, സ്ത്രീകൾ മയ്യിത്തിന്റെ മേലിൽ നമസ്കരിക്കൽ സുന്നത്താണ്. വേറെ ഒരു സുന്നത്തിന്റെ തഅജീലുൽ മയ്യിത്ത് വളരെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാന്നുള്ള സുന്നത്ത്, തിരക്കോടെ മറവ് ചെയ്യുന്നത് വരെ ധൃതി കാണിക്കുക എന്നുള്ള സുന്നത്ത്. സ്ത്രീകളുടെ ജനാസ നമസ്കാരം അതിനിടയിൽ വെച്ച് കെട്ടിയാൽ തഅജീലുൽ മയ്യിത്ത് എന്ന മുഅക്കദായ സുന്നത്തിന് ഭംഗം വരും, അത് നശിക്കും. അല്ലെ? അല്ലെങ്കിലേ പെണ്ണുങ്ങൾ ഒരുങ്ങുന്നിടത്ത് കുറച്ച് പിന്നില. വല്ല സ്ഥലത്തേക്കും വിരുന്ന് പോകുമ്പോ അറിയാം നമുക്ക് തലവേദന കൂടുന്നത് അല്ലേ. അപ്പൊ ഇവര് നിക്കരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ ഒതു ഇല്ലാത്തവിടെന്ന് ഒതുണ്ടാക്കി വരണമെങ്കിൽ ബാത്റൂമിൽ കയറി പിന്നെ ഒരു നമസ്കാര കുപ്പായിട്ടൊക്കെ വരുമ്പോഴേക്ക് ഒത്തിരി നേരം വൈകും എന്നതുകൊണ്ട് മുൻഗാമികൾ അത് പ്രോത്സാഹിപ്പിച്ചില്ല. ഹദീസിൽ തന്നെ ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് ഈ പെണ്ണുങ്ങളെ നമസ്കാരം. ഇപ്പൊ എന്തെങ്കിലും മനസ്സിലായി? ആകെ കൺഫ്യൂഷനായി. ഇത് ചെയ്യണമെന്നല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് സമയവും സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ പെണ്ണുങ്ങൾ ഉമ്മാന്റെ മേലിൽ ഞങ്ങൾക്ക് നമസ്കരിക്കണം എന്ന് പെൺകുട്ടികൾ പറയാനെങ്കിൽ, ഉപ്പാന്റെ മേലിൽ ഞങ്ങൾക്കൊന്ന് അല്ലാഹുമ്മ ഗഫിർ ലഹു എന്ന് പറയണമെന്ന് മക്കൾ പറയാനെങ്കിൽ, പെൺകുട്ടികൾ പറയാനെങ്കിൽ തടയണ്ട. അവരോട് പറയാ, അപ്പൊ അവിടെ കുളിപ്പിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്, എല്ലാവരും റെഡി ആയിട്ട് നിന്നുള്ളൂ. അതിനുവേണ്ടി സമയം ഇവിടെ നീട്ടി വെക്കാൻ പറ്റൂല, വൈകാൻ പറ്റൂല. എല്ലാവരും നിസ്കരിക്കാൻ താല്പര്യം ഇപ്പം തന്നെ ഒരുങ്ങിക്കോടെ. അങ്ങനെ ഇവിടെ പുറത്ത് യാസീനോത്ത് തുടങ്ങുന്ന സമയത്ത് അതങ്ങോട്ട് വെച്ചു കൊടുത്താൽ അവരത് ചെയ്തോളൂ. അവരൊന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഒരു വിഭാഗം ആളുകൾ അതൊന്നുമില്ല, അതൊക്കെ ബിദ്അത്താണ്, അതൊക്കെ ഇപ്പൊ മുമ്പില്ലാത്തൊരു സംഗതിയാന്ന് പറഞ്ഞിട്ട് അതിനെ കാടടച്ച് വെടിവെച്ച് ഇല്ലാതാക്കുന്ന ഒരു വർഗ്ഗം ഇവിടെ എന്റെ ഗ്രൂപ്പ്. വേറൊരു ഗ്രൂപ്പ് ഉണ്ട്, ഇത് വലിയ പുരുഷന്മാരെ നിസ്കാരത്തെക്കാൾ ഇത് കനപ്പെട്ട സുന്നത്താണെന്നും പറഞ്ഞിട്ട് ഇല്ലാത്തവരെയൊക്കെ ടെലിഫോൺ ചെയ്ത് വിളിച്ചു വരുത്തിയിട്ട് ഒരു പെണ്ണുങ്ങളെ ജമാഅത്ത്. അതും വേണ്ട. സൗകര്യമുള്ളവർ ചെയ്താൽ നല്ലതാണ്. ഏതായാലും ചെയ്യുന്ന കാരണത്താൽ മയ്യിത്ത് സംസ്കരണത്തിലെ ധൃതി, തിരക്ക് അത് ഇല്ലാതെയാകുന്നത് വളരെ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇത് ദീനിലുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ നമസ്കരിച്ചിട്ടുണ്ട് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മേലിൽ. അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. അതിനെ ദലീലാക്കി ആ അടിസ്ഥാനത്തിൽ നിന്ന് അത് ചെയ്യുകയാണെങ്കിൽ അത് സുന്നത്തായിട്ട് പരിഗണിക്കപ്പെടും. ഏതായാലും ഈ സുന്നത്തിന്റെ പേരിൽ കാരണത്താൽ പ്രധാനമായ ഒരു സുന്നത്ത് നശിക്കാൻ, ഇല്ലാതെയാകാൻ പാടില്ല എന്ന് എല്ലാവരും നന്നായി മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ്. അപ്പൊ നമസ്കാരം കഴിഞ്ഞു, ഇനി നമുക്ക് മറവ് ചെയ്യാം. മറവ് ചെയ്യുന്ന കാര്യം പറയണം, ഖബർ ജീവിതമൊക്കെ പറയണം. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ സംശയമുള്ളവർക്ക് എഴുതി ചോദിക്കാം. അടുത്ത ആഴ്ച മറുപടി പറയും. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.